തിരിച്ചറിയപ്പെടാതെ പോകുന്ന സൗന്ദര്യങ്ങൾ പോലെയാണ് ഹൈറേഞ്ചിലെ മഴ. നമ്മുടെ ചുറ്റിലും ഒരു അനവധ്യ ചാരുതയായി ഒട്ടേറെ സൗന്ദര്യങ്ങൾ കുടമാറ്റം നടത്തുന്നുവെങ്കിലും നമ്മൾ അവയൊക്കെ സൗന്ദര്യമാണെന്ന് തിരിച്ചറിയാറില്ല. ചിരപരിചിതമായൊരു പാതയുടെ അരികിൽ പൂത്തു നിൽക്കുന്ന ഒരു മരം പൂത്തുന്നത് തന്നെ നമ്മൾ തിരിച്ചറിയാറില്ല. അതുപോലെ തന്നെ ഹൈറേഞ്ചിലെ മഴ ഒരു സൗന്ദര്യ പ്രതിഭാസമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഋതുക്കളുടെ ഭേദങ്ങൾക്കനുസരിച്ച് മഴ നിരവധി രൂപഭാവങ്ങൾ എടുത്തണിഞ്ഞ് അതീവ സുന്ദരമായൊരു പ്രതിഭാസമായി നമ്മുടെ ജീവിതത്തെ തഴുകി ഹൈറേഞ്ചിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. എനിക്ക് മറക്കാൻ കഴിയാത്ത മഴയുടെ അനുഭവം എന്നാൽ ഹൈറേഞ്ചിലുള്ള ചെല്ലമുണ്ടായിട്ടുണ്ട്. ഒരു മരുഭൂമിയുടെ അത്ര ചൂടും അതീവ തപ്തമാകുന്ന ഉഷ്ണ സാഹചര്യവുമുള്ള തമിഴ്നാട്ടിലെ ശിവകാശി എന്ന പട്ടണത്തിൽ വെച്ചാണ് മഴ ഒരു സുന്ദരമായ അനുഭവമായി എൻ്റെ മനസ്സിൽ കടന്നത്. ഭൂമിയാകെ വെന്ത് പഴുത്തു നിൽക്കുകയാണ്. ദാഹവും പാരവശ്യവും എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്ന് അറിയുന്ന വിധം ഉഷ്ണം ചുറ്റും പുകഞ്ഞു നിൽക്കും. വേർത്ത് കുളിച്ച് കണ്ണ് പുകഞ്ഞ് നടന്നു വരുമ്പോൾ മൃഗങ്ങളും മനുഷ്യരുമെല്ലാം ആകാശത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നു റോഡിന് നടുവിൽ. എന്താണ് സംഭവം എന്ന് നോക്കിയപ്പോൾ നീല ആകാശത്തിന് നടുവിൽ വട്ടത്തിൽ ഒരു മേഘപടലം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മേഘപടലത്തെ നോക്കിയാണ് മൃഗങ്ങൾ വരെ സാഹൂതം വീക്ഷിച്ചു നിൽക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ ആ മേഘം വർഷിക്കുവാൻ തുടങ്ങി. മഴ പെട്ടെന്ന് പൊഴിഞ്ഞു. ആ മഴയിൽ മൃഗങ്ങൾക്കൊപ്പം ഞാനും നിന്ന് നനഞ്ഞു. മഴ ഒരു വലിയ അനുഭവമായി അപ്പോൾ എനിക്ക് തോന്നി. എന്നാൽ പെട്ടെന്ന് തന്നെ അത് നിലച്ചു. മൃഗങ്ങളുടെ പോലും മുഖത്ത് നിരാശ തെളിയിക്കുന്നത് ഞാൻ. ഒരുപക്ഷെ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് എപ്പോഴെങ്കിലും അതുപോലെ ഏതാനും നിമിഷങ്ങളിലേക്ക് അവിടെ വന്നു പെയ്തു പോകുന്ന ഒരു അനുഗ്രഹമാണ് മഴ. മനോഹരമായ സംഗീതത്തിന്റെ ആരോഹണ അവരോഹണങ്ങളുടെ സൂചിക പോലെയാണ് മഴ. പലപ്പോഴും ചെരിഞ്ഞു പെയ്തും കനത്തു പെയ്തും അത് മനസ്സിൽ സംഗീതമുണ്ടാക്കുന്നു, പുതിയൊരു താളമുണ്ടാക്കുന്നു. പുതുമഴ പെയ്തുണ്ടാകുന്ന മണ്ണിന്റെ ഗന്ധം മലയാളികൾക്ക് അവന്റെ സ്വന്തം ഗന്ധമാണ്. അവൻ മണ്ണിനെയും ഇടത്തെയും തിരിച്ചറിയുന്നത് ഗൃഹാതുരതയുടെ ഈ ഗന്ധമേറ്റാണ്. എന്നാൽ മലയാളി സ്വന്തം ഇടം വിട്ട് വീട്ടുമുറ്റമില്ലാത്ത ഫ്ളാറ്റുകളിലേക്കും മറ്റും താമസം മാറിയപ്പോൾ അവന് നഷ്ടമാകുന്ന മഴ മാത്രമല്ല, അതിന്റെ മതിപ്പിക്കുന്ന ഗന്ധം കൂടിയാണ്. താളാത്മകമായി പെയ്യുന്ന മഴയെ നോക്കി ഉമ്മറത്തിരുന്ന് കഥകൾ പറഞ്ഞുകൊടുത്തിരുന്ന മുത്തശ്ശിമാർ നാട് നീങ്ങുന്നതോടെ മഴയ്ക്ക് ഒരു വിരുന്നുകാരനുള്ള സ്ഥാനം പോലും മനസ്സിൽ ഇല്ലാതാകുന്നു. ഇടുക്കി ജില്ലയിൽ പണ്ടൊരു മഴയുണ്ടായിരുന്നു, 40-ാം നമ്പർ മഴ. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിലെ പെട്ട കുട്ടികൾ കണ്ടിട്ട് പോലും ഉണ്ടാകും. അതിനൊരു സൗന്ദര്യം തന്നെ ഉണ്ടാകും. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കട്ടപ്പനയിൽ അത് പെയ്യാൻ തുടങ്ങുമ്പം ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, അതെല്ലാം കൂടെ പറന്ന് അത് പോയിട്ട് ചിലപ്പോൾ ഇരട്ടയാറ്റിലോ അല്ലെങ്കിൽ തങ്കമണിയിലോ ഒക്കെ പോയി വീഴുന്ന അത്തരത്തിൽ വളരെ ലോലമായ ഒരു 40-ാം നമ്പർ മഴയുണ്ടായിരുന്നു. അത് മാസങ്ങളോളം ആ മഴ നമുക്ക് ലഭിക്കുമായിരുന്നു, മഴക്കാലമൊക്കെ അവസാനിക്കും പോലും. ഇന്ന് അത്തരത്തിലുള്ളൊരു 40-ാം നമ്പർ മഴ നമ്മൾ കണ്ടിട്ട് തന്നെ ഒരു ദശാബ്ദത്തിലേറെയായി. അപ്പോൾ അതൊക്കെ നിന്നുപോയി എന്ന് വേണം കരുതാൻ. എന്തായാലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നമ്മുടെ ഈ വനങ്ങളുടെ ശോഷണവും പശ്ചിമഘട്ട വനങ്ങളിൽ മതികെട്ടാൻ പോലെയുള്ള വളരെ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിലേക്കാണ് നമ്മൾ കടന്നു കയറിയത്. അതൊക്കെ ഈ നാടിൻ്റെ കാലാവസ്ഥയ്ക്ക് വലിയ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ, അതുപോലെ തന്നെ ഇപ്പം ഇടുക്കിയിലെ ജലം തികയാത്തത് കൊണ്ട് ആളുകൾ ഇങ്ങനെ കേരളം മുഴുവൻ ഉറ്റുനോക്കി നിൽക്കുകയാണ്. ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കിട്ടുന്നുണ്ടോ എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഒരു തിരിച്ചുപോക്കിന് നമ്മൾ തയ്യാറായേ മതിയാവൂ. ലോകമെമ്പാടും അത്തരത്തിലുള്ളൊരു തിരിച്ചുപോക്കിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള ആഹ്വാനം, അത്തരത്തിലുള്ള തിരിച്ചുപോക്കിനാണ് നീഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്ന തനിമയിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്. നീഗ്രിറ്റ്യൂഡ് എന്നുള്ളൊരു പുതിയ പ്രയോഗം കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ അർത്ഥവും അത് സൂചിപ്പിക്കുന്നുണ്ട്. നീഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്ന അർത്ഥം തന്നെ അത് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തിരിച്ചുപോക്കും അത്തരത്തിൽ പ്രകൃതിയെ അറിഞ്ഞ് അതിൻ്റെ തനത് സ്വഭാവത്തെ നിലനിർത്താൻ ബോധപൂർവമായ ഒരു ശ്രമം മനുഷ്യരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഒക്കെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യനായിരിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മഴക്കാലത്ത് ഉയരങ്ങളിലെ വനാവൃതമേൽ മണ്ണിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കിനിഞ്ഞിറങ്ങി സമതലങ്ങളിലേക്ക് ഒഴുകും. ഇത്തരം വെള്ളമാണ് നമ്മുടെ കുളങ്ങളിലും കിണറ്റിലും പുഴകളിലും അരുവികളിലും കാണുന്നത്. എന്നാൽ പെരിയാർ തീരദേശവാസികളുടെ ശാപമാണ് മഴ. മുല്ലപ്പെരിയാറ്റിൽ പുതിയ ഡാം പുതിയ കരാർ എന്ന ആവശ്യവുമായി മുല്ലപ്പെരിയാർ സമരസമിതി സമരം തുടരുന്നു.
പെരിയാർ തീരദേശവാസികൾക്ക് മഴയെ പേടിയാണ്. മഴക്കാലമാകുന്നതോടെ അവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു. പെരിയാറ്റിൽ വെള്ളം കൂടുന്നതോടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശോചനീയാവസ്ഥ ഒരു വിഭാഗം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയരുന്നു. കാട് വെട്ടിത്തെളിച്ചാൽ മഴവെള്ളം കുത്തിയൊഴുകി വെള്ളപ്പൊക്കമുണ്ടാകും, ചൂട് കൂടും. ഹൈറേഞ്ചിൽ ക്രമാതീതമായി വർദ്ധിച്ച ചൂടും കാലം തെറ്റിയ മഴയും നാം അനുഭവിച്ചു വരികയാണല്ലോ. കൃഷിഭൂമി, വനം, പുൽമേടുകൾ, നദികൾ, കായലുകൾ, തടാകങ്ങൾ, സമുദ്രം ഇവയാണ് നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ തരുന്നത്. ഇവയെ നിലനിർത്തുന്നതാകട്ടെ മഴയും. കേരളത്തിൽ കൊല്ലത്തിൽ ശരാശരി 126 ദിവസങ്ങളിലായി 301 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നു. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നേര്യമംഗലത്തും പീരുമേട്ടിലുമാണ്. നൂൽമഴയും തൂളൽ മഴയും ചാറ്റിലുമേറ്റ് കുളിരു കോരിയ മലനാടിന്റെ മഴക്കാലം പഴങ്കഥയാവുകയാണ്. ആലിപ്പഴ വൃഷ്ടി നാം എന്നേ മറന്നുകഴിഞ്ഞു. ജീവിതം വേഗതയേറുമ്പോൾ മഴയേക്കാൾ വേഗത്തിൽ ഓടണമെന്ന് പുതിയ തലമുറ പറയുന്നു. മഴ എത്ര നനഞ്ഞാലും അസുഖം വരാറില്ലെന്ന് പഴയ തലമുറ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റെന്തിനേയും പോലെ മഴയെ സ്നേഹിച്ചുകൊണ്ട് മഴ നനഞ്ഞാൽ ഒന്നും പേടിക്കാനില്ലെന്നും പഴയ തലമുറ പറയുന്നു. അല്ലെങ്കിൽ തന്നെ മഴ നനയാത്തവരായി നമ്മിൽ ആരുണ്ട്? മഴയെക്കുറിച്ച് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ലോകത്ത് എത്ര ജനങ്ങളുണ്ടോ അത്രയും വ്യത്യസ്തമായ ഭാവങ്ങളും മഴയ്ക്കുണ്ടാവും. കാരണം ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ചാണ് മഴ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. സ്നേഹവും പ്രണയവും സ്വാതന്ത്ര്യവും കാത്തിരിപ്പും പോലെ മഴയും ഒരു സ്വകാര്യതയാണ്. അതുകൊണ്ടാണ് മഴ ഓരോ സമയം ഓരോരുത്തരുടെയും മാത്രമാകുന്നത്. നഷ്ടസ്വപ്നങ്ങളെ ചേർത്തു വെക്കുന്നതിൽ മഴ ദുഃഖത്തിന്റെ മുടിനാരികളായി പെയ്തിറങ്ങുന്നു. ഇടയ്ക്കെപ്പോഴോ അത് കണ്ണീരായി രൂപം മാറുകയും ചെയ്യും. മനസ്സിലുള്ള സങ്കടങ്ങൾ മഴയായി പെയ്തിറങ്ങുമ്പോൾ മഴ ഒരു ആശ്വാസമായി മാറുന്നു. സന്തോഷം വരുമ്പോൾ മഴ മനസ്സിലുണ്ടാക്കുന്നത് ആനന്ദവർഷമാണ്. എന്നാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തനത് സംസ്കാരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ മഴക്കാലവും കടന്നു പോകുന്നത്. മഴ കുറഞ്ഞു പോകുന്നത് നമ്മുടെ സംസ്കാരത്തിലും ജീവിത നിലവാരത്തിലും ഇടിവ് സംഭവിക്കുന്നത് കൊണ്ടുകൂടിയാണെന്ന് മഴ ഓർമ്മപ്പെടുത്താറുണ്ട്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാം ഓർമ്മപ്പെടുത്തുന്ന ശ്രദ്ധ കൊടുക്കുന്നേയില്ല. എങ്കിലും ഓരോ മഴയ്ക്കും പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് ആരും സമ്മതിക്കും.